എയിമ സ്പോട്ട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഏവർക്കും എയിമ സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ അനിൽ, ബാംഗ്ലൂരിൽ നിന്ന്. മുംബൈയിൽ നടന്ന ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ നിർവാഹക സമിതി യോഗം വിജയകരമായി പര്യവസാനിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ എയിമ ഘടകങ്ങളിലെ നേതാക്കളും ദേശീയ നിർവാഹക സമിതി അംഗങ്ങളും പങ്കെടുത്ത യോഗത്തിൽ സംഘടനയുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് നിരവധി നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടു. സംസ്ഥാന ഘടകങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി വികസന തന്ത്രങ്ങൾ രൂപപ്പെടുത്തുകയും സാമൂഹിക സേവന പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ നടപടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കൽ, നവീകരിച്ച കമ്മ്യൂണിക്കേഷൻ സംവിധാനം, സംസ്ഥാനങ്ങളിലെ സജീവ സാന്നിധ്യം ഉറപ്പാക്കൽ തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയായി. 2 ദിവസത്തെ യോഗത്തോടൊപ്പം സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു. മലയാളി സമുദായത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തെ അവതരിപ്പിച്ച സംഗീത നൃത്ത പരിപാടികൾ ആഘോഷത്തെ വിപുലമാക്കി. മുംബൈയിലെ ബേലാപ്പൂർ CBDയിലായിരുന്നു ഈ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഉജ്ജ്വലമായ സംഘാടന മികവോടെ നടന്ന യോഗം എയിമയുടെ ഭാവിയിലെ പ്രവർത്തനങ്ങൾക്ക് ദിശയിരുത്തുന്നതിന് നിർണായകമായി. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികളെ ഒരുമിപ്പിച്ച് രൂപീകരിച്ച ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയിമയുടെ ദേശീയ നിർവാഹക സമിതി യോഗം ജനുവരി 25-26 തീയതികളിൽ മുംബൈ ബേലാപ്പൂർ CBDയിൽ വിജയകരമായി സംഘടിപ്പിച്ചു. എയിമ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലൻ അധ്യക്ഷനായ യോഗത്തിൽ സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടു. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നൽകുന്നതിനായി സംസ്ഥാന ഘടകങ്ങൾ ഗുണഭോക്താക്കളെ നിശ്ചയിക്കണമെന്നും അതിന് കഴിയാത്ത പക്ഷം കേന്ദ്ര കമ്മിറ്റി ഗുണഭോക്താക്കളെ നിശ്ചയിക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി. അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനും നിർമ്മാണം സമയബന്ധിതമായി നടത്തുന്നതിനും എയിമ കേരള പ്രസിഡന്റ് ശ്രീ AK പ്രശാന്ത് ചെയർമാനായ 5 അംഗ സമിതി രൂപീകരിച്ചു. വയനാട് ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് സംസ്ഥാന ഘടകങ്ങൾ സ്വരൂപിച്ച തുക ഉടൻ കേന്ദ്ര കമ്മിറ്റിക്ക് കൈമാറണമെന്ന് നിർദ്ദേശം നൽകി. എയിമ പോൾ ഡിഗ്ലോസ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് തുക 5000 രൂപയായി നിശ്ചയിച്ചു. ഇതിനുവേണ്ട 50000 രൂപ പോൾ ഡിഗോസിന്റെ കുടുംബം നൽകും. ഈ തുക സംസ്ഥാന കമ്മിറ്റികൾക്ക് വിഭജിച്ചു നൽകും. ബാക്കി തുക സംസ്ഥാന ഘടകങ്ങൾ കണ്ടെത്തണമെന്ന് നിർദ്ദേശിച്ചു. എയിമയുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ കോഓർഡിനേറ്റർമാരെ നിയമിക്കാനും യോഗത്തിൽ തീരുമാനമായി. എയിമ നാഷണൽ ജനറൽ കൗൺസിൽ സമ്മേളനം 2025 ജൂലൈ 12, 13 തീയതികളിൽ കോഴിക്കോട് സംഘടിപ്പിക്കാനും പദ്ധതികൾ ആരംഭിച്ചതായി എയിമ കേരള ഘടകം അറിയിച്ചു. സംഘടനയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിനായി എയിമ വോയ്സ് എന്ന സംഗീത മത്സര പരിപാടി ദേശീയ തലത്തിൽ തുടർന്നും നടത്താൻ തീരുമാനിച്ചു. ഇതിനായി ശ്രീ PN ശ്രീകുമാർ ചെയർമാനായി സബ് കമ്മിറ്റി രൂപീകരിച്ചു. സർവശ്രീ അജികുമാർ മേഡയിൽ, കാവാലം നന്ദകുമാർ, ലത നമ്പൂതിരി, അലക്സ് P സുനിൽ, C അശോകൻ എന്നിവരടങ്ങിയ സമിതി മത്സരം വിജയകരമായി സംഘടിപ്പിക്കും. എയിമയുടെ അക്ഷരമുദ്ര പുരസ്കാരത്തിനുള്ള ജൂറി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി സർവശ്രീ ജയരാജ് നായർ, രവീന്ദ്രൻ പൊയിലൂർ, K മുരളീധരൻ എന്നിവരടങ്ങിയ സമിതിയെ തിരഞ്ഞെടുത്തു. കൂടാതെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി ദേശീയ വനിതാ സമിതിയുടെ നേതൃത്വത്തിൽ ടാലന്റ് ഷോ സംഘടിപ്പിക്കാനും എയിമ FM റേഡിയോ ആരംഭിക്കാനും അനുമതി നൽകി. യുവാക്കൾക്കായി കരിയർ ഗൈഡൻസ് സെമിനാറുകളും വാർഷിക യൂത്ത് ഫെസ്റ്റിവലും സംഘടിപ്പിക്കുമെന്ന് യോഗത്തിൽ തീരുമാനമായി. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ മുൻ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ PN ശ്രീകുമാറിനെയും ഡോക്ടർ PJ അപ്രീനെയും രക്ഷാധികാരികളായി നാമനിർദ്ദേശം ചെയ്തു. കൂടാതെ മുംബൈയിൽ നിന്നുള്ള ശ്രീ KN ജ്യോതീന്ദ്രനെ പുതിയ വൈസ് ചെയർമാനായി തെരഞ്ഞെടുത്തു. ഇവരുടെ മികച്ച സംഭാവനകളെ മുൻനിർത്തിയാണ് ഈ തീരുമാനമെന്ന് എയിമ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലൻ അറിയിച്ചു. ഈ യോഗത്തോടനുബന്ധിച്ച് ശനിയാഴ്ച മഹാരാഷ്ട്ര സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരുൾ അഗ്രികൾച്ചറൽ കോളേജിലെ സംസ്കൃതി ഭവനിൽ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. എയിമ ദേശീയ അധ്യക്ഷൻ ശ്രീ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുത്തു. പ്രശസ്ത കവി ശ്രീ മുരുകൻ കാട്ടാക്കട മുഖ്യ അതിഥിയായി. ശ്രീ സജി എബ്രഹാം രചിച്ച ബോംബെ ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകം ശ്രീ ഗോകുലം ഗോപാലൻ ശ്രീ VK മുരളീധരൻ നൽകി പ്രകാശനം ചെയ്തു. പുസ്തകത്തെക്കുറിച്ച് NBS ചെയർമാനും സാഹിത്യകാരനുമായ ശ്രീ PK ഹരികുമാർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി എയിമ മഹാരാഷ്ട്രയുടെ കലാപരിപാടികളും പ്രശസ്ത ഗായകൻ അലോഷി യാദത്തിന്റെ ഗസൽ സംഗീത പരിപാടിയും അരങ്ങേറി. എയിമ ദേശീയ ചെയർമാൻ ശ്രീ ബാബു പണിക്കർ, ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ്, സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ ബിനു ദിവാകരൻ, ദേശീയ ട്രഷറർ ശ്രീ സജിമോൻ ജോസഫ്, ദേശീയ വനിതാ വിഭാഗം ചെയർപേഴ്സൺ ശ്രീമതി അനിത പാലേരി, ദേശീയ യുവജന വിഭാഗം വൈസ് ചെയർമാൻ ശ്രീ ബാലചന്ദ്രൻ, എയിമ മഹാരാഷ്ട്ര പ്രസിഡന്റ് ശ്രീ TA ഖാലിദ്, സെക്രട്ടറി ശ്രീ നടരാജൻ, പശ്ചിമ മേഖല വൈസ് പ്രസിഡന്റ് ശ്രീ ഉപേന്ദ്ര മേനോൻ, മഹാരാഷ്ട്ര സംസ്ഥാന ചെയർമാൻ ശ്രീ KN ജ്യോതീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞായറാഴ്ച സമാപിച്ച യോഗം എയിമയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വഴികാണിക്കുന്നതിൽ നിർണായകമായി.
മടക്കി തന്നില്ലല്ലോ കടപ്പുറത്ത് വന്നില്ല നീയല്ലാതെ പ്രണയപ്പുഴയിൽ നിറയല്ല നീയല്ലാതെ കുടിയിൽ ചെന്നാൽ കുടിയേക്കാം ഞാൻ വളർത്തിയ കത്തിലെന്നോ ഓർത്തുപോലെ വളർന്നല്ലോ ഞാൻ കാത്തു കാത്തു തുഴഞ്ഞല്ലോ. ഇതോടെ ഇന്നത്തെ എയിമ സ്പോട്ട് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.